ഖത്തറിൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നു റെയർ ഓപ്പർച്യൂണിറ്റി. കാരണം ഇവരെല്ലാം വിളിച്ചു വരുത്തി ഇത്രയും ലീഡേഴ്സ് അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ അറ്റാക്ക് നടത്തുന്നത്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിലെ എയർ ഡിഫൻസ് സിസ്റ്റംസ് വളരെ അഡ്വാൻസ്ഡ് ആണ്. പേട്രിയറ്റ് പോലെ, താഡ് പോലുള്ള, അമേരിക്ക തന്നെ കൊടുത്ത പേട്രിയറ്റും താഡും പോലുള്ള അഡ്വാൻസ് സെക്യൂരിറ്റി സിസ്റ്റംസും സർവൈലൻസും എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിട്ടും അത് അവിടെ ചെന്ന് പതിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഇഷ്യൂവിൽ ഇസ്രായേൽ ഇനി ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിലോട്ട് ഇനി ഒരു അറ്റാക്ക് അഴിച്ചു വിടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച എല്ലാ അറ്റാക്കും ഇതിനു മുന്നേ ഇൻ്റർനാഷണൽ ലോ ഒക്കെ ബ്രീച്ച് ചെയ്ത രാജ്യമാണ് ഇസ്രായേൽ. സോവർണിറ്റി ബ്രീച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ബ്രീച്ച് ചെയ്ത എവിടെയൊക്കെയാണ്? സിറിയ, അല്ലെങ്കിൽ സുഡാൻ, അതും അല്ലെങ്കിൽ ഇറാഖ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഇറാനിൽ ഇപ്പോൾ അമേരിക്ക നടത്തി. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴൊക്കെ അവർക്കൊരു വാദം ഉണ്ടായിരുന്നു. എന്തായിരുന്നു വാദം? ഞങ്ങളെ അറ്റാക്ക് ചെയ്തു, ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു, ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്രോക്സികളെ, യമനിൽ ഹൂത്തികളെ അവർ വളർത്തിക്കൊണ്ടുവരുന്നു, ലെബനോണിൽ ഹെസ്ബുള്ളയുണ്ട്, അങ്ങനെ പറഞ്ഞായിരുന്നു തിരിച്ചടിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് അറ്റാക്ക് വരുന്നു, തിരിച്ചടിച്ചേ പറ്റൂ ഒരു രാജ്യം എന്ന നിലയ്ക്കെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ അവർക്ക് ഒരു വാദമില്ല. കാരണം ഖത്തർ ഇന്ന് വരെ ഒരു പ്രൊവക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഏത് സമയത്തും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ റെസൊല്യൂഷന് മുന്നിൽ നിന്ന രാജ്യവുമാണ്. സോ അതുകൊണ്ട് ഇനി ഖത്തറിനെതിരെ ആക്രമണം അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും ഒരുപക്ഷെ ഇന്ത്യക്കും പോലും തുറന്ന് ചില കാര്യങ്ങൾ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു നിലപാടെടുക്കേണ്ട സാഹചര്യത്തിലോട്ട് നമ്മൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് പ്രഷറൈസ് ചെയ്യും.